തിരുവനന്തപുരം നഗരഭരണം നൽകിയ ജനത്തിന് നന്ദി പ്രകടിപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയില്ല. തിരുവനന്തപുരത്തെ രാജ്യത്തെ മാതൃകാ നഗരമാക്കുമെന്നും പിന്തുണയുണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകിയിട്ടുണ്ട്. മേയർ വി രാജേഷ് പ്രധാനമന്ത്രിക്ക് നഗരവികസനത്തിനുള്ള വികസന രേഖ കൈമാറി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്കുള്ള വഴിയിൽ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമെന്നും നഗരവികസന രേഖ അവതരിപ്പിക്കുമെന്നുമായിരുന്നു NDAയുടെ വാഗ്ദാനം. മോദി വരുമെന്ന് പറഞ്ഞു, മോദി വന്നു. പക്ഷേ നഗരവികസന രേഖ അവതരിപ്പിച്ചില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും വികസനത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന വാഗ്ദാനം മാത്രം. बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम, जो अब तक नहीं बदला वो अब बदलेगा. തലസ്ഥാനത്തിന്റെ വികസനം സംബന്ധിച്ച പ്രാഥമിക പഠനമാണ് കോർപ്പറേഷൻ പ്രധാനമന്ത്രിക്ക് നൽകിയത്. ഞങ്ങൾ ഓരോ ദിവസവും നടത്തുന്ന പ്രധാന പ്രവർത്തനം PMOയുടെ പക്കലുണ്ട്. 15 ദിവസമാണ് ഞങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരൊറ്റ കൗൺസിലാണ് നടത്താൻ സാധിച്ചത് ഇതിനു മുമ്പ്. അപ്പോൾ അവിടെ ലഭിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഡ്രാഫ്റ്റായിട്ട് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ ആഗ്രഹവും തിരുവനന്തപുരത്തിൻ്റെ താല്പര്യവും മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സമ്പൂർണ്ണ പിന്തുണ തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സിറ്റിയാക്കി മാറ്റാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും കവറായി. നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച പ്രസംഗവും കേന്ദ്ര പദ്ധതികളുടെ മേന്മകളും കേട്ട് മടങ്ങേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിൽ പറന്നിറങ്ങുമ്പോൾ BJP മേയർ സ്വീകരിക്കാനെത്തുമെന്നായിരുന്നു മറ്റൊരു പ്രചരണം. എന്നാൽ വിമാനത്താവളത്തിൽ VV രാജേഷ് എത്താത്തതും ചർച്ചയായി. പുത്തരിക്കണ്ട മൈതാനിയിൽ വരുന്ന റെയിൽവേയുടെ പ്രോഗ്രാമിന് വരുന്ന ആ സ്ഥലത്താണ് തിരുവനന്തപുരം മേയർ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആവുമ്പോഴേക്കും മേയർക്ക് 2 പരിപാടിയിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കാനും സാധിക്കും. പ്രധാനമന്ത്രിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും. ബിജു VS-നൊപ്പം TS ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.